നമ്മുടെ ബൊഗെയിൻവില്ല നല്ലതുപോലെ ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമ്മുടെ ചാണകം ഉണ്ടല്ലോ, പച്ച ചാണകം നല്ലതുപോലെ വെള്ളത്തിലിട്ട് പുളിപ്പിക്കുക. പച്ചച്ചാണകം വെള്ളത്തിലിടുന്ന സമയത്ത് ഒരു ഉണ്ട ശർക്കരയും കൂടെ അതിനകത്ത് ഇട്ടേക്കണം. എന്നിട്ട് ഒരു കൈപ്പിടിയോളം കടലപ്പിണ്ണാക്ക് കൂടെ ഇട്ടിട്ട് ഇത് മൂന്നൂടെ ഒരു 3-4 ദിവസം നല്ല രീതിയിൽ പുളിപ്പിച്ചെടുക്കുക. പുളിപ്പിച്ചിട്ട് ഇത് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ ബൊഗെയിൻവില്ലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഏത് പൂക്കാതെ നിൽക്കുന്ന നമ്മുടെ ബൊഗെയിൻവില്ല ഉണ്ടെങ്കിലും നല്ല രീതിയിൽ കാട് പിടിച്ച് പൂക്കളാവും, ഇല കാണാതെ പൂക്കളാവും കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്യണം. നല്ല റിസൾട്ടാണ്. ഹൈബ്രിഡിനൊക്കെ നല്ലതുപോലെ ഫ്ലവേഴ്സ് വരും കേട്ടോ. പിന്നെ കുഞ്ഞൊരു അപ്ഡേറ്റ്, നമുക്ക് ഫെലനോപ്സിസിൻ്റെ വിത്ത് ബഡോട് കൂടിയിട്ടുള്ള പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. ഒരു 9 കളർ വരെയാണ് നമുക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തപ്പോഴേ ഒരുവിധം നമുക്ക് സെയിലായിട്ടുണ്ട്. അപ്പം കുറച്ച് അധികം കളക്ഷൻസ് കൂടെ നമുക്കിപ്പം അവൈലബിൾ ആണ്. ഇപ്പോൾ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് കാണുമ്പോഴും അതിൻ്റെ ലീഫ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രമാത്രം ഹെൽത്തി ആണെന്ന്. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഓൾ ഇന്ത്യ കൊറിയർ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. വിത്ത് പോട്ടോടുകൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. കളേഴ്സ് ഏതൊക്കെയാണ്, കൊറിയർ ചാർജും ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം. ഈ കാണുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വളം കൊടുക്കണ്ട, വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. കാരണം ഓൾറെഡി 3-4 ബഡുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഓക്കേ.